ഇരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കൊച്ചിയിൽ നിന്നും ഫ്ലൈറ്റിൽ ഞാൻ ഇപ്പോൾ നമ്മളുടെ രാമോജി ഫിലിം സിറ്റിയിൽ രാവിലെ തന്നെ എത്തിച്ചേർന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം അല്ലേ. ഏതാണ്ട് 3500-ൽ പരം ഫിലിം ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. 3500-ൽ പരം ഫിലിം ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 2000 ഏക്കറിന് മുകളിലാണ് ഇവിടെ ഈ ഫിലിം സിറ്റി സ്ഥിതി ചെയ്യുന്നത്. കാരണം അത്രയ്ക്ക് വിസ്തീർണമേറിയ ഒരു സ്ഥലമാണ്. പിന്നെ വേൾഡ് റെക്കോർഡും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഈ ഫിലിം സിറ്റിക്ക്. അതുപോലെ ഇവിടെ ഏതാണ്ട് 15,000-20,000 പേരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യവും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അതായത് ഈ ഒരു ഹാളിൽ തന്നെ അത്രയ്ക്ക് വലിയ ഒരു കപ്പാസിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ഒക്കെ നമുക്കിവിടെ ചെയ്യാം. ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പറയുന്നതിനേക്കാൾ കൂടുതൽ അത്ഭുതപ്പെട്ടു പോകും. അത്രയ്ക്ക് കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ ഫിലിം സിറ്റിയിൽ കാണാൻ സാധിക്കും. ഞാൻ ഇവിടെ വന്ന് കയറിയപ്പോൾ മുതൽ ആ എൻട്രൻസ് മുതൽ ഇങ്ങോട്ട് വലിയ അത്ഭുതപ്പെട്ടാണ് കണ്ട് ഓരോ കാഴ്ചകളും കണ്ട് കയറുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റിയിലെ ഒരു ഇൻഡോർ ഷൂട്ടിംഗ് സ്ഥലമാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. രാമായണം മഹാഭാരതം ഒക്കെ നമ്മൾ കണ്ടല്ലോ, അതൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. രാമായണം മഹാഭാരതം ആ ഇൻഡോർ ഷൂട്ടിംഗ് സ്ഥലമാണ്. ഇതിപ്പം ഞാൻ നിൽക്കുന്നത് ആ സ്ഥലമാണ് കേട്ടോ. ഇത് ഇവിടെ ഒരുപാട് ചിത്രങ്ങളുടെ ലൊക്കേഷനും കൂടിയാണ്. മെയിനായിട്ടും രാമായണം മഹാഭാരതം മുഴുവൻ ചിത്രീകരിച്ചത് ഇതിനുള്ളിലാണ് കേട്ടോ. ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഒരു കൊട്ടാരം പോലൊക്കെയുള്ള സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് മുഴുവൻ. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. എന്താ നോക്ക്, ഇത് നമ്മുടെ ഫിലിം സിറ്റിയാണ്, രാമോജി ഫിലിം സിറ്റിയാണ് കേട്ടോ, ഹൈദരാബാദ്. ഇത് കണ്ടാലും മതി വരില്ല, അതുപോലത്തെ ലൊക്കേഷനാണ്. ഭയങ്കര നമ്മളെ അട്രാക്ഷൻ, ഭയങ്കര ആകർഷിക്കുന്ന ഒരു സംഭവമാണ്. ഏതായാലും നല്ല ഒരു ലൊക്കേഷൻ തന്നെയാണ്. ഇൻഡോർ സ്റ്റേഡിയമാണിത്, ഇൻഡോർ ഷൂട്ടിംഗ് ലൊക്കേഷനാണിത്. അപ്പോൾ സംഭവം ഏതായാലും കിടുക്കാച്ചി കേട്ടോ. നല്ല ഒരുപാട് സിനിമയുടെ ലൊക്കേഷനാണ്. അപ്പോൾ ഞാൻ ഫ്രണ്ടിലത്തെ ഹാളിലാണ്. അങ്ങോട്ട് കയറി വരുന്ന ആ സ്ഥലത്തായിട്ടാണ് ഇവരുടെ ഹാള്, രാമോജി ഫിലിം സിറ്റിയുടെ. ആ ഹാളിൽ നിന്നാണ് ഞാനിപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ 2000 ഏക്കർ സ്ഥലമുണ്ട്. അങ്ങേക്ക് അവിടോട്ടുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഇതൊക്കെ സെറ്റിട്ട ഒരു ഇൻഡോർ ഷൂട്ടിംഗ് ഫിലിം ഷൂട്ട് ചെയ്യുന്ന സ്ഥലമാണെന്ന് നിങ്ങൾ വിചാരിക്കുമോ? ശരിക്കും ഇത് ഒരു കൊട്ടാരം ആണെന്നൊക്കെ നമ്മൾ ആരും കരുതുകയുള്ളൂ. പുറമേ നിന്നിത് കാണുന്ന ഏതൊരു വ്യക്തിയും അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. എന്നാൽ ഇവിടെ ശരിക്കും സെറ്റിട്ടിരിക്കുകയാണ് ഓരോന്നും. ഇപ്പോൾ നമ്മൾ ആ സെറ്റിട്ടിരിക്കുന്ന ഓരോ കാഴ്ചകളും, അതായത് ഓരോന്നിനും ഓരോന്നാണ്. രാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെയും ആ കാഴ്ചകളൊക്കെ കണ്ടു. ശരിക്കും അത് രാജകൊട്ടാരത്തിനെ അത് നമ്മൾ ചെന്ന് നിൽക്കുന്ന അതേ ഫീലാണ്. അതായത് രാജാക്കന്മാരിയ്ക്കുന്നു, അതിൻ്റെ ക്രമീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ നമ്മൾ ശരിക്കും അതിശയിച്ചു പോകും. അത്രയ്ക്ക് മനോഹരമായ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ ഇതുപോലെ ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഒരു സിനിമാ തിയേറ്ററിനുള്ളിലാണ്. ഇതുപോലെ 4-5 സിനിമാ തിയേറ്റർ അവിടെ ഉണ്ട്. നമുക്ക് രാമോജി ഫിലിം സിറ്റിയെ പറ്റിയും ഫിലിമിൻ്റെ ആധികാരികതയെ പറ്റിയും ഒക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ മനസ്സിലാക്കി തരും എന്താണ് യഥാർത്ഥത്തിൽ സിനിമ എന്നുള്ളത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഷോയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം സ്ക്രീൻ കർട്ടൻ മോഡിലേക്ക് വരികയാണ്. സ്ക്രീൻ ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ഈ സിനിമയെ പറ്റിയും സിനിമയുടെ ഉത്ഭവത്തെ പറ്റിയും അതിൻ്റെ വളർച്ചയെ പറ്റിയും തുടക്കം മുതൽ ഈ സമയം വരെയുള്ള സിനിമയുടെ ഓരോ വിശേഷങ്ങളെ പറ്റിയും ഒക്കെ ഇതുപോലെയുള്ള 3-4 തിയേറ്ററുകൾ അവിടെയുണ്ട്. അവിടെ നമുക്ക് വിശദീകരിച്ച് തരും. അത് വിഷ്വലായിട്ട് കാണിച്ചുകൊണ്ടാണ് അവർ പറഞ്ഞു തരുന്നത്. അതായത് ശരിക്കും കുട്ടികളെ കൂടെയൊക്കെ ഇരുത്തി കാണിക്കുമ്പോൾ അത് കാർട്ടൂൺ സ്റ്റൈലിലൊക്കെയാണ് അവർ അത് ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ തിയേറ്ററിനുള്ളിൽ ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് അവിടെ ഇരുന്നുകൊണ്ട് സീറ്റിൽ ഇരുന്നുകൊണ്ട് നമ്മളിപ്പം ഷോ കാണാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ലൈറ്റെല്ലാം ഓഫ് ചെയ്തപ്പോൾ നമ്മൾ എന്നിട്ടാണ് അവർ കാണിക്കുന്നത്. പിന്നെ സൗണ്ട് സിസ്റ്റവും കാര്യങ്ങളും ഒക്കെ വളരെ പക്ക ക്ലിയറാണ്.
അപ്പോൾ ആ ഒരു ഇത് ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ സൗണ്ടും ആ ഒരു ഫിലിമിന്റെ ആ ഒരു ശരിക്കും അതിന്റെ ആ റിയാലിറ്റിയിലേക്ക് നമ്മൾ കടന്നു വരാൻ വേണ്ടിയിട്ടാണ് അവരിപ്പം കണ്ടില്ലേ കറക്റ്റ് ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് അവർ സ്ക്രീൻ മാത്രമായിട്ട് ബാക്കി എല്ലാ ലൈറ്റും ഓഫ് ചെയ്യാൻ അവർ നമ്മളോട് ആവശ്യപ്പെടും, മൊബൈലും കാര്യങ്ങളും ഒക്കെ. പിന്നെ സ്പെഷ്യലായിട്ട് നമ്മൾ അനുവാദമൊക്കെ മേടിച്ചൊക്കെ നമ്മൾ പുറയിലിരുന്നാണ്, അതായത് ആർക്കും ശല്യമില്ലാത്ത രീതിയിലൊക്കെയാണ് നമ്മളത് ഷൂട്ട് ചെയ്തത്. കണ്ടില്ലേ, എല്ലാം കാർട്ടൂൺ രീതിയിലൊക്കെയാണ് കാണിക്കുന്നതും ഒക്കെ. കാരണം ഇത് ഏതൊരു വ്യക്തികൾ, കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാകത്തക്ക രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് ഇത് കാണിക്കുന്നത്. ശരിക്കും നമ്മൾക്ക് അവിടെ ഇരിക്കുമ്പോൾ ഈ ഫിലിം ഇത് അവിടെ ഇരുന്ന് കാണുമ്പോൾ നമുക്ക് എന്താണ് സിനിമ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതാണ് അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് തന്നെ നമുക്ക് ഒരുപാട് സ്ഥലത്ത് നമുക്ക് അവിടെ ഗൈഡുകളെ കാണാൻ സാധിക്കും. അവരാണ് നമുക്ക് ഓരോ സ്ഥലത്തിനെ പറ്റിയും പറഞ്ഞ് മനസ്സിലാക്കി നമുക്ക് വിശദീകരിച്ച് തരുന്നത്. ഇപ്പോൾ സിനിമ കാണുമ്പോൾ നമുക്ക് അതിനെപ്പറ്റിയുള്ള വിശദീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട്. ശരിക്കും അത് നമുക്കത് എന്താണ് സിനിമ, ഇത്രയും നാൾ നമ്മൾ പലതും തെറ്റിദ്ധരിച്ച് സിനിമ എന്താണെന്നൊന്നും അറിയില്ല. അങ്ങനെയുള്ളവർക്ക് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു കലാകാരനാണോ കലാകാരിയാണോ, സിനിമയെ ഇഷ്ടപ്പെടുന്ന ആളാണോ അല്ലെങ്കിൽ കലയെ ഇഷ്ടപ്പെടുന്ന ആളാണോ, ഒന്ന് രാമോജി ഫിലിം സിറ്റിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എന്താണ് സിനിമയെ പറ്റിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സിനിമ എന്ന് പറയുന്നത് ഒരു വ്യവസായം മാത്രമല്ല, അതിനപ്പുറം ഒരു ത്യാഗത്തിൻ്റെയും ഒക്കെ ഒരുപാട് പേരുടെ പ്രയത്നത്തിൻ്റെയൊക്കെ ഫലമാണ്. ശരിക്കും അത് വ്യാവസായിക അടിസ്ഥാനത്തിലാണ് നമ്മളത് സിനിമയൊക്കെ എടുക്കുന്നതെങ്കിലും, പക്ഷെ അതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവർ പറഞ്ഞു തരുന്നുണ്ട്. എന്താണ് സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നതും എന്നുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. അത് കാണാനായിട്ട് എത്ര പേര് അവിടെ ക്ഷമയോടെ കാത്തിരിക്കുന്നതെന്നറിയാവോ. അതായത് ഒരുപാട്, ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് സിനിമ പ്രേമികളൊക്കെ ഉണ്ടെന്ന്. അത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന സിനിമയെ പറ്റിയൊക്കെ കൂടുതൽ അറിയാനും ഒക്കെ ഉള്ള ആൾക്കാരും ഒക്കെ അവിടെ വരുന്നുണ്ട്. പിന്നെ വിദേശികളായിട്ടുള്ള ആൾക്കാരും ഒക്കെ ഇതെന്താണെന്നും ഫിലിം സിറ്റി എന്താണെന്നും ഒക്കെയുള്ള അറിയാനുള്ള അവരുടെ ആകാംക്ഷയുടെ പുറത്ത് അവിടെ വന്ന് അവിടെ ചെലവഴിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ നമുക്കതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും ഒരു കുറവ് തോന്നില്ല. കാരണം എല്ലാം അതിനുള്ളിൽ തന്നെ 2000 ഏക്കറാണ്, അതിനുള്ളിൽ തന്നെ എല്ലാം കൃത്യമായി ക്രമീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യമേ ടിക്കറ്റ് ചാർജും കാര്യങ്ങളൊക്കെ ഇച്ചിരി ഭീമമായ തുകയൊക്കെ ആണെങ്കിലും അകത്ത് കയറി നമ്മൾ ഓരോന്ന് കാഴ്ചകളൊക്കെ കണ്ട് കയറി വരുമ്പോൾ നമുക്ക് മനസ്സിന് ഒരുപാട് പ്രതീക്ഷകളാണ്. സിനിമയെ പറ്റി കൂടുതൽ അറിയാനും അത് കേൾക്കാനും അത് എന്താണ് സിനിമയെന്നൊക്കെ അനുഭവിക്കാനും ഒക്കെയുള്ള നമുക്കൊരു ഗൈഡുകളുടെ ഒരു ആഹ്വാനമൊക്കെ നമ്മളോട് പറഞ്ഞു തരുമ്പോൾ, വിശദമായിട്ട് പറഞ്ഞു തരുമ്പോൾ നമുക്കത് മനസ്സിലാവും. നമുക്ക് മറ്റേത് നമ്മൾ പോയി നോക്കിക്കണ്ട് പലയിടത്തും ചെന്ന് കഴിഞ്ഞാൽ ഗൈഡൊന്നും കാണില്ല, നമ്മൾ ചെന്ന് ജസ്റ്റ് നോക്കി നമ്മൾ തന്നെ മനസ്സിലാക്കി എടുക്കണം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ബസ്സിൽ പോലും നമ്മൾ അവിടുന്ന് രാമോജി ഫിലിം സിറ്റിയുടെ ടിക്കറ്റ് എടുത്ത് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നമ്മൾ കയറി നമ്മളിങ്ങോട്ട് പോരുമ്പോൾ ആദ്യത്തെ ബസ്സിൽ പോലും നമ്മളൊരു 4-5 ബസ് മാറിയാണ് നമ്മളിങ്ങ് എത്തുന്നത് കേട്ടോ. ഒരു 5-6 ബസ് കൈമാറിയാണ് എത്തുന്നത്. അപ്പോൾ അവിടെ പോലും വിശദമായിട്ട് പറഞ്ഞു തരുവാനായിട്ട് ആളുകളുണ്ട്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് സന്ദർശിക്കുക കേട്ടോ. ഈ പറഞ്ഞ രാമോജി ഫിലിം സിറ്റിയിൽ ഒന്ന് പോകാനായിട്ട് നോക്കുക. ഇത് ഹൈദരാബാദിലാണ്. ഹൈദരാബാദ് വിമാനത്താവളത്തിൻ്റെ അവിടുന്ന് ഏതാണ്ട് ഒരു അരമണിക്കൂർ ദൂരത്തോളം പോകണം കേട്ടോ. അതായത് ടാക്സിയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഓട്ടോ ഉണ്ട്, പിന്നെ ബസ് എനിക്കറിയില്ല, ബസ്സൊക്കെ ഉണ്ട്, റൂട്ടുള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സിനിമ എന്താണെന്നും സിനിമയെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് ഈ രാമോജി ഫിലിം സിറ്റി വഴി ഉദ്ദേശിക്കുക. അതായത് എല്ലാ ഭാഷകളുടെയും സിനിമാ ചിത്രീകരണം അവിടെ നടക്കുന്നുണ്ട് ലൈവായിട്ട്. ഇപ്പോൾ ഒരുപാട് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ സെറ്റുകൾ വരെ ഇട്ടിട്ടുണ്ട്. ഒരുപാട് സെറ്റുകൾ പുതിയ സിനിമയുടെ ലൊക്കേഷനും കാര്യം അതിനു വേണ്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ മലയാള ചിത്രങ്ങൾ ഒരുപാടും അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മളോട് പറഞ്ഞു തരും, ആ ഗൈഡ് പറഞ്ഞു തരും. മലയാളികളാണെന്ന് നമ്മളോട് മനസ്സിലാക്കി കഴിഞ്ഞാൽ മലയാളത്തിൽ മലയാള സിനിമയുടെ ചരിത്രവും കാര്യങ്ങളും ഒക്കെ അത് പറഞ്ഞു തരും. അങ്ങനെ എല്ലാ ഭാഷയെ പറ്റി ആധികാരികമായി പറഞ്ഞുതരും. അപ്പം എന്താണ് സിനിമ എന്നുള്ളത് നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാകണമെങ്കിൽ ഈ രാമോജി ഫിലിം സിറ്റിയിലൊക്കെ കലാകാരന്മാരാണെങ്കിലും ഒന്ന് പോയി വരുന്നത് നല്ലതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.